ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻഡ് ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 11ാമത്തെ എപ്പിസോഡാണ്. ഇനി ഒരേ ഒരു എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ സീസൺ 1 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പോട്ടും സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഉമ്മയമ്മയെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നടക്കുന്ന സാക്കുറേനെയാണ്. നീ മറ്റുള്ളവരെ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യണം. അവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ കൊണ്ട് മുകളിലോട്ട് വരാൻ സാധിക്കൂ. നിനക്കതിനുള്ള കഴിവ് തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ കൂടെ ഒത്തുചേരാൻ നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ എങ്ങനെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യണമെന്നാ അവരുദ്ദേശിച്ചേ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് വരുവാണ് സാക്കുറ. പെട്ടെന്നാണ് ഹേയ് ഗുഡ് മോർണിംഗ് സാക്കുറ, ഗുഡ് മോർണിംഗ് എന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആരാടാ എന്നും പറഞ്ഞ് നോക്കുന്ന സമയത്താണ് സൂനെയും നേരിനെയും അവൻ കാണുന്നത്. ഡേയ്, എന്തിനാണ് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നേ? നീ എന്റെ ആവശ്യമില്ലാതെ ചൂടാവുന്നേ? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് നേരിനും പറയുന്നു. വെറുതെ നടന്നു പോകുന്ന എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടാണോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നേ? നിങ്ങളൊക്കെ യഥാർത്ഥ ഫ്രണ്ട്സ് തന്നെയാണോടാ എന്ന് സാക്കുറ അവരോട് ചോദിക്കുന്നു. ഇത് കേട്ട് സൂ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവരെല്ലാവരും സ്കൂളിലോട്ട് പോകുന്നതാണ്. ഹേയ് സാക്കുറ, ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചു പോയാ പോരെ? എന്തിനാ നീ മുന്നിൽ നടക്കുന്നേ? ഡേയ്, എന്നെ ഒന്ന് വെറുതെ വിടറാ, ഞാനൊന്ന് സമാധാനത്തോടെ നടന്നോട്ടെ. ഏയ് സാക്കുറ, നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇവിടെയുള്ളവരൊക്കെ നിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ചിലപ്പോ ഇവിടെ എന്ത് വേണമെങ്കിലും നടക്കും. ഏയ്, അവരൊന്നും ഇവനെ കൊല്ലാൻ വേണ്ടിട്ടല്ല നോക്കുന്നത്. ഇവൻ കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, അത് കാരണം അവർ നോക്കുന്നത് എന്ന് സുവോയും പറയുന്നു. ഓ പിന്നെ ആരെന്നെ നോക്കിയാലും എനിക്കെന്താ, അതൊന്നും ആലോചിച്ച് ഞാൻ പേടിക്കില്ല എന്ന് പറഞ്ഞ് സാക്കുറ ഡോർ അങ്ങ് തുറക്കുന്നു. ഡേയ്, അവൻ വന്നു, അവൻ വന്നു എന്ന് പറഞ്ഞ എല്ലാവരും അവന്റെ അടുത്തോട്ട് വരുന്നു. ഡേയ്, ഞങ്ങൾ കേട്ട സത്യമാണോ? നീ ലയൻസിന്റെ ഹെഡിനോട് കൂടെ ഫൈറ്റ് ചെയ്തോ? ഓ അതാണോ? ആ ശരിയാ, അതൊക്കെ ശരിയാ എന്ന് സുവോ തിരിച്ചുകൊണ്ട് അവരോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ സാക്കുറ എന്ന് മറ്റു സ്റ്റുഡൻസ് എല്ലാവരും അവനോട് ചോദിക്കുന്നു. എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ഈ മഞ്ഞമുടിയുള്ള ഇവനോട് ചോദിക്കും, ഇവനക്ക് അറിയാമെല്ലാം. ഡേയ്, വെറുതെ നിന്നിരുന്ന എന്നെ എന്തിനാണ് ഇതിലോട്ട് വലിച്ചിട്ട്? ഒരാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഏയ് നേരിൻ, നിന്നോട് പറഞ്ഞ കാര്യം നീ കൃത്യമായിട്ട് ചെയ്യണം. വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലായല്ലോ എന്ന് സുവോ നേരിനോട് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും നേരിനെ തന്നെ തുറച്ചു നോക്കാണ്. വേഗം പറയടാ. പറയാ. ഒരു മിനിറ്റ്, നീ പറയുന്നത് എനിക്കും കേൾക്കണം എന്ന് പറഞ്ഞ ഒരു ഓറഞ്ച് മുടിയുള്ളവൻ പ്രോട്ടീൻ ഷേക്കും കുടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു. ഹേയ്, ഇത് ടൈഗർ സൂചിറോ അല്ലേ എന്ന് പറഞ്ഞ് നേരെ അവന്റെ ബുക്ക് എടുത്ത് നോക്കുവാണ്. ഹേയ്, ഇവനെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും ഇവൻ വർക്കൗട്ട് ചെയ്യാറുന്നില്ലേ? അതെ, ഇവൻ ശരിക്കും വളരെ സ്ട്രോങ് ആ. സുഗുന്റെയും സുവോനേക്കാളും വളരെയധികം സ്ട്രോങ് ആ എന്ന് നേരെ സാക്കുറയോട് പറയുന്നു. ഏയ് സുവോ, ഞാൻ നിന്നോട് അന്നൊരു കാര്യം ചോദിച്ചില്ലേ, അതിന് മറുപടി പറ. അതിന് പറ്റിയ സമയം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള മറുപടി ഞാൻ അന്നേ പറഞ്ഞതാണ്, പക്ഷേ അത് ശരിയായിട്ടുള്ള ആൻസർ അല്ല. സത്യം പറഞ്ഞ അതിനെന്ത് മറുപടി പറയണോന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയാണ് സുവോ. അങ്ങനെയാണെങ്കിൽ ഇനി എന്റെ ചോദ്യം സാക്കുറയോടാണ് എന്ന് പറഞ്ഞ ഒരു ഫൈറ്റിന് തയ്യാറാവുന്നത് പോലെ തയ്യാറാവുകയാണ് ടൈഗ. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാ എന്താടാ എന്ന് ചോദിക്കുകയാണ് ടൈഗ. ഓ, ഇവൻ വീണ്ടും തുടങ്ങിയോ എന്ന് മറ്റുള്ളവരെല്ലാവരും പറയുന്നു. ഡേയ്, എല്ലാവരോടും കൂടെ ചോദിച്ചേ, ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ എന്താടാ? ഇവനെന്തിനാ എല്ലാവരോടും ഈ ചോദ്യം ചോദിക്കുന്നേ? ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതൊരു ചോദ്യമല്ലേ? ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സംഭവമല്ല എന്ന് പറഞ്ഞ നേരിൻ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ് സാക്കുറയ്ക്ക്. ഡേയ്, നിനക്ക് അങ്ങനെ ഇതൊക്കെ അറിയാം? ഓ, ബോഡി ബിൽഡിങ്ങിനെ പറ്റി നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണോ എന്ന് ടൈഗ അവനോട് ചോദിക്കുന്നു. ഇവൻ ശരിക്കും സ്ട്രോങ് ആണോ എന്ന് ചോദിക്കുകയാണ് സാക്കുറ. തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആണ് എന്ന് സുവോയും പറയുന്നു. ഡേയ്, ഇന്ന് സ്കൂൾ അവസാനിച്ചതിന് ശേഷം ഞാനും സാക്കുറയും ബോഡി ബിൽഡിങ്ങിനെ പറ്റി സംസാരിക്കും, അതും ഫുഡ് കഴിച്ചുകൊണ്ട്. ഇതേ സമയമാണ് സുഖു അങ്ങോട്ട് വരുന്നത്. ഏയ് നീയോ? ഞങ്ങൾ ഇവിടെ ബോഡി ബിൽഡിങ്ങിനെ പറ്റി സംസാരിക്കാം, നീ വരുന്നുണ്ടോ എന്ന് ടൈഗ അവനോട് ചോദിക്കുന്നു. എന്നാ അതൊന്നും കേൾക്കാത്ത പോലെ അവൻ അവിടെ പോയിരിക്കുവാണ്. ശരി, ഞങ്ങൾ 4 പേരും പൊക്കോളാം. അങ്ങനെ ടൈഗ അന്ന് വൈകുന്നേരം അവരെ ഒരു റെസ്റ്റോറന്റിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ഏയ് ടൈഗ, ഇതാണോ നിന്റെ ഫേവറേറ്റ് റെസ്റ്റോറന്റ്? ഇതാണോ? ആടാ, വന്നിരിക്കേ വാ. ഏയ് സാക്കുറ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇതാ, നമുക്ക് ഇത് ഓർഡർ ചെയ്താലോ? ഇതേ സമയമാണ് അവന്റെ സ്കൂളിലെ പിങ്ക് കളർ ഹെയറുള്ള ഒരു പയ്യൻ ഒരു പെണ്ണിനെയും കൂട്ടി അങ്ങോട്ട് വരുന്നത്. ഹേയ്, ഈ സ്ഥലം വളരെയധികം നന്നായിട്ടുണ്ടല്ലോ എന്ന് അവൻ പറയുന്നത് കേട്ട് സാക്കുറ അവനെ തന്നെ നോക്കുന്നു. ഹേയ്, ഇവനാ നമ്മുടെ ക്ലാസ്സിലുള്ളതല്ലേ? ഹേയ് ഗായ്സ്, നിങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹേയ് ക്രിയു, നീയോ? വാടാ, ഇവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുവാണ് ടൈജ. കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞ് അവൻ അപ്പുറത്ത് പോയി മാറിയിരിക്കുന്നു. അത് ഗിരിയോ അല്ലേ? അവരിങ്ങോട്ട് ഡേറ്റിംഗ് ചെയ്യാൻ വേണ്ടി വന്നാണോ? എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്ട്രോങ്സ്റ്റ് ആളുകൾ ആരൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിലെന്ന് ഞാൻ റിസർച്ച് ചെയ്തല്ലേ എല്ലാവരും ഇതാ ഇപ്പൊ ഇവിടെയുണ്ട്. ഹേയ്, അപ്പൊ നീ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെയാണോ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുവാണ് സാക്കുറ. ഇത് കേട്ട് സുവോയും ഏയ് സാക്കുറ, നീയും അതിലൊരാളാണ്. ഇത് കേട്ട് സാക്കുറ, ആ ലിസ്റ്റിലെ ഒരാൾ മാത്രമാണ് ഞാൻ. ഇനിയും എങ്ങനെ സ്ട്രോങ് ആവാൻ പറ്റും? 3rd ഇയറിലെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാവരെയും തോൽപ്പിച്ച് ഫസ്റ്റ് ഇയറിലെ ഒരുത്തന്നെ എങ്ങനെ ടോപ്പ് പൊസിഷനിൽ എത്താൻ സാധിക്കും എന്ന് ചിന്തിക്കുകയാണ് സാക്കുറ. ഇതേ സമയം തന്നെ നേരത്തെ വന്ന അവർ 2 പേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇത് കണ്ട് സാക്കുറ, അവളെ കണ്ടിട്ട് നമ്മുടെ സ്കൂളിലുള്ളതാണെന്ന് തോന്നുന്നില്ലല്ലോ
ഒരുപക്ഷെ അവർ ലവേഴ്സ് ആയിരിക്കോ? എന്തായാലും സാക്കുറയ്ക്ക് അവന്റെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ തീരെ താല്പര്യമില്ല എന്ന് സാക്കുറ ഈ ചോദിച്ചത് ടൈഗർ കേൾക്കുവാണ്. കിരിയോ, സാക്കുറയ്ക്ക് എന്തോ നിന്നോട് ചോദിക്കാനുണ്ടത്രേ. ഇത് കേട്ട് സാക്കുറ പറയല്ലേ എന്ന് പറഞ്ഞു തീർന്നതും കിരിയോ പുറകിൽ നിന്ന് തിരിഞ്ഞു നോക്കുന്നു. ഓ, നിന്റെ പേരാണല്ലേ സാക്കുറ? സാക്കുറ എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അത് നിന്റെ പേരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതെ കിരിയോ, ഇവനാണ് സാക്കുറ. നിനക്ക് ഇവനെ പറ്റി അറിയില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്ന് ടൈഗ അവനോട് പറയുന്നു. ഞാൻ ഇപ്പൊ കുറച്ച് ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തന്നാ മതി എന്ന് പറയുവാണ് കിരിയോ. ഇത് കേട്ട് സാക്കുറ ഇവൻക്കൊന്നും നമ്മളെ തീരെ വിലയില്ല എന്ന് ചിന്തിക്കുവാണ്. ഡേയ്, നിന്നോടെല്ലാം സംസാരിക്കണമെന്ന് പറഞ്ഞ് ബോഡി ബിൽഡിങ്ങിനെ പറ്റി സംസാരിക്കാം. പിന്നെ സാക്കുറക്ക് നിന്നെ പറ്റി അറിയണമെന്നുണ്ട്, നിനക്ക് അവനെ പറ്റി അറിയാമല്ലോ എന്ന് പറഞ്ഞ ടൈഗ ആ മേശയിൽ പോയി അടിക്കുന്നു. ഇത് കണ്ട് അവന്റെ അടുത്തിരിക്കുന്ന ആ കുട്ടി അങ്ങ് പേടിച്ചു പോകുന്നു. ഇത് കണ്ട് കിരിയോ, എന്നോട് ക്ഷമിക്കുക, ഫ്യൂരിയിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഹേയ് ടൈഗ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരാൾ നിന്നെ കണ്ട് പേടിക്കുന്നത് പോലെ നീ ഒരിക്കലും അയാളോട് സംസാരിക്കരുത്. ഇത് കേട്ട് ടൈഗയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്നെ കണ്ട് ഇവര് പേടിച്ചെന്നോ? നീ എന്താ പറയുന്നേ? നീ വളരെയധികം വലുതാണ്, നിന്നെ കാണാൻ ഒരുപാട് സ്ട്രോങ് ആണ്. സോ ചില ആളുകൾക്ക് നിന്നെ കാണുമ്പോ തന്നെ പേടിയാവും. അതുകൊണ്ട് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് നിർത്ത. ഇങ്ങനെയൊക്കെ ചെയ്താ ഒരു പെണ്ണിനും നിന്നെ ഇഷ്ടപ്പെടില്ല എന്ന് പറയുവാണ് ഗിരിയോ. ഇത് കേട്ട് ടൈഗയുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നു. അയ്യോ, അവന്റെ മുഖം കണ്ടാലേ അറിയാം ഇനിയിപ്പോ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുമല്ലോ എന്ന് നേരിനും പറയുന്നു. എന്ന ഇതേ സമയം ആ പെണ്ണിനോട് ടൈഗ, അയ്യോ എന്നോട് ക്ഷമിക്കണം, എന്റെ ശബ്ദം കൊണ്ട് നീ കുറച്ചെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓ ശരി ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഗിരിയ ആ പെണ്ണിനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. അവർ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങിയ ശേഷം ടൈഗ വിഷമത്തോടെ അവരുടെ അടുത്തോട്ട് പോകുന്നു. ഡേയ്, നീ എന്താ ചെയ്തേ? അവളങ്ങ് പേടിച്ചില്ലാതായി. ഡേയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, എന്റെ ബോഡി ബിൽഡിംഗ് ആണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ ടൈഗ അവിടെ വന്നിരിക്കുന്നു. ശരിക്കും ഇവന് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പുറത്തുനിന്ന് നോക്കുമ്പോ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നും. എന്ന ഉള്ളിൽ ചെറിയ കുട്ടികളുടെ മനസ്സാ എന്ന് സുവോ ചിന്തിക്കുന്നു. അപ്പോഴാണ് ആ റെസ്റ്റോറന്റിന്റെ പുറത്ത് ആരൊക്കെ ചേർന്ന് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. നോക്കുന്ന സമയത്ത് അത് ഗിരിയോ ആ പെണ്ണായിരുന്നു. ഹേയ്, ഇവൻ വീണ്ടും വന്നോ? ഡേയ്, നീ എന്റെ മേളിലാ കഴിവെച്ചേ, അത് വലിയൊരു തെറ്റാ. ഓ, അതൊന്നും വലിയ കാര്യമല്ല, നീ തെറ്റ് ചെയ്തു, അതിനുള്ളത് ഞാൻ നിനക്ക് തരുകയും ചെയ്തു. അതിനെന്തിനാ നീ നിന്റെ ആളുകളൊക്കെ കൂട്ടി വന്നിരിക്കുന്നത് എന്ന് ഗിരി ഒരുത്തനോട് ചോദിക്കുന്നു. ഇതൊക്കെ കണ്ട് ആ പെൺകുട്ടിയാണെങ്കിൽ പേടിച്ച് നിൽക്കുവാണ്. ഡേയ്, എന്തുവാടെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് സാക്കുറയും മറ്റുള്ളവരും അതിനകത്തുനിന്ന് ഒന്ന് ഇറങ്ങി വരുന്നു. അത് ഞാൻ ഇതുവഴി നടന്നു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ഒരാൾ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അവൾ എന്നെ നോക്കി സഹായം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. സോ അവനെ അടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവളെ രക്ഷിച്ചു. ഇപ്പൊ അതാ അതിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടി അവൻ ടീമോടെ വന്നിരിക്കുന്നു. ഇത് കണ്ട് നേരിൻ, അപ്പൊ അത് അവന്റെ ഗേൾഫ്രണ്ട് അല്ലേ? ഇത് കണ്ട് ടൈഗ, ഗിരിയോ നീ സൂപ്പറാടാ, നീ നമ്മുടെ ഫ്യൂറിന്റെ മാനം കാത്തട, ഒരു പെൺകുട്ടിയെ നീ രക്ഷിച്ചു, അതാണ് ഏറ്റവും വലിയ കാര്യം, ഇതിലും വലുത് എന്താ വേണ്ടേ എന്ന് പറഞ്ഞ് അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ ഇതൊക്കെ കണ്ട് ടെൻഷനായി മറ്റേ ഗാങ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. പെട്ടെന്നാണ് സാക്കുറ അതിന്റെ മുമ്പിലോട്ടെടുത്ത് ചാടുന്നത്. അവനെ അടിച്ച് താഴെ ഇടുന്നു. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം, ഇന്ന് ഒരുപാടധികം ഫണ്ണായിരിക്കും. ഡേയ്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ ചെക്കന്റെ മേത്ത് കൈവെക്കും. അയ്യോ, സാക്കുറ അവന്റെ യഥാർത്ഥ രൂപം പുറത്തു കൊണ്ടുവന്നു. ഹേയ് സാക്കുറ, നീ ശരിക്കും സൂപ്പറാടാ എന്ന് പറയാണ് ടൈഗ. എന്നെ ഇതൊക്കെ കണ്ട് വീണ്ടും ആ പെൺകുട്ടി പേടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഹേയ്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോതാ ഞങ്ങളില്ലേ, ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് സു അവളോട് പറയുന്നു. ഡേയ്, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പോലും നോക്കാതെ നിങ്ങൾ അവിടെ നിന്ന് തമാശ പറയുവാണോ? ഇന്നൊക്കെ നിന്റെ അവസാനമാടാ എന്ന് പറഞ്ഞ ആ ഗാങ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. വാടാ, ഞാൻ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ ടൈഗ അവനെ അടിക്കാൻ വേണ്ടി പോകുന്നു. താഴെ കിടക്കുന്ന ടൈഗയെ നോക്കി, ഇവനക്ക് മസിൽ മാത്രം ഉണ്ടായിരുന്നുള്ളോ? അങ്ങനെ അവൻ സാക്കുറയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ടൈഗ അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഒരടി കൊണ്ടാൽ മാത്രമേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ അവനെ വാരിയെടുത്ത് നിലത്തിട്ട് ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. ഡേയ്, എങ്ങനെയുണ്ടാ എന്റെ ബോഡി ബിൽഡിംഗ് എന്ന് ടൈഗ അവരോട് ചോദിക്കുന്നു. പിന്നീട് സാക്കുറയുടെ അടുത്തോട്ട് വരുന്ന ഒരുത്തിനെ സാക്കുറ വാരിയെടുത്ത് അടിക്കുന്നു. എന്ന് അവൻ തെറിച്ചു പോയി നേരെ ഗിരിയോയുടെ അടുത്തോട്ടാണ് വീഴുന്നത്. ഗിരിയോയോ അവനെ അടിച്ച് താഴെ ഇടുന്നു. ഡേയ്, എന്തിനാണ് ഞാൻ അടിച്ചവനെ നീ അടിക്കുന്നേ എന്ന് സാക്കുറ അവനോട് ചോദിക്കുന്നു. ഫൈറ്റ് ചെയ്യുമ്പോ ഞാൻ അങ്ങനെ തന്നെയാ, എന്തായാലും ഇതിന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഗിരി അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെയുള്ളവരൊക്കെ ഇവർ വാരിക്കോരി അടിക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് നേരിൻ, എന്തുകൊണ്ടാ ഗിരിയ നമ്മുടെ ഫ്രണ്ടിൽ നിന്നും മാറാത്തത്? അതിനൊരു കാരണമുണ്ട്. ഹേയ് ഗിരിയോ, നീ പൊക്കോ, ഇവളെ ഞാൻ നോക്കിക്കോളാം എന്ന് സുവോ പറഞ്ഞതും പെട്ടെന്ന് ഒരുത്തൻ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ സുവോയുടെ അടുത്ത് എത്തിയത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ.
സോ അവനെ മലത്തിയടിക്കുന്നു. ഇത് കണ്ട് ഗിരിയോ ഓ നീ കൊള്ളാലോടാ എന്ന് പറഞ്ഞ് അവനെ പുകഴ്ത്തുന്നു. പെട്ടെന്നാണ് രണ്ടുപേർ ഗിരിയോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. നേരിൻ ഹേ ഗിരിയോ നിന്റെ പുറകിലാൾ എന്ന് വിളിച്ച് പറയുന്ന സമയത്താണ് സാക്കുറ ചാടി വന്ന് അവർ രണ്ടുപേരെയും അടിച്ചിരുന്നത്. എന്നെ മറികടന്ന് ഇവരുടെ അടുത്തോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് സാക്കുറ ഗ്യാങ്ങിനോട് ചോദിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള എല്ലാവരെയും അവരുടെ 3 പേരും അടിച്ച് താഴെയിടുന്നു. ഇതൊക്കെ കണ്ട് ടൈഗ സാക്കുറയെ പുകഴ്ത്തുന്നു. അവിടെയുള്ള എല്ലാവർക്കും ടൈഗ ഒരു മെസ്സേജ് കൊടുക്കുവാണ്. ഇവിടെയുള്ള ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇതാ ഞങ്ങളുണ്ട്, ദ ഫ്യൂരിൻ. ഇത് കേട്ട് സാക്കുറ പണ്ട് ഹിറാഗി പറഞ്ഞതും അവൻ ആലോചിക്കുന്നു. ഇതേ സമയം ഗിരിയ അവനെ അടിക്കാൻ വന്നവനെ പൊക്കിയെടുത്ത് ഒരു കാര്യം പറയുന്നു. നിങ്ങൾ ഒരുപാടധികം സ്ട്രോങ് ആണ്, പക്ഷേ അടുത്ത പ്രാവശ്യം ഇതിലും ബെറ്റർ ആയിട്ട് ശ്രമിക്കുക. അങ്ങനെ അവരവിടെ നിന്ന് ഓടിപ്പോവാണ്. അവരുടെ കയ്യിൽ നിന്നും ആ പെണ്ണിനെ രക്ഷിച്ചതിന് ആ പെണ്ണ് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. സാക്കുറ ശരിക്കും നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു, ഇതുകൊണ്ടാണോ നീ ടോപ്പ് പൊസിഷനിൽ എത്തണമെന്ന് വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. പക്ഷെ അതിനു മുമ്പ് നീ ഗ്രേഡ് ഗ്രീപ്പിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഗ്രേഡ് ഗ്രീപ്പാ അതെന്താ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, നീ ഫസ്റ്റ് നിന്റെ കോണ്ടാക്ട് നമ്പർ താ. അങ്ങനെ നമ്പർ കൊടുക്കുന്ന സമയത്താണ് ഗിരി അവന്റെ ഫോൺ മേടിച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് വാട്സപ്പ് ഒന്നുമില്ല. സാക്കുറയുടെ നമ്പർ അവന് കാണാതെ അറിയത്തില്ല. എടേ ഇതിലെങ്ങനെ നിന്റെ നമ്പർ കണ്ടുപിടിക്കുന്നേ? നീ ഇതിൽ സിം ഇട്ടിരിക്കുന്നോ? ഇതിനകത്ത് ആകെ ഒരു നമ്പർ ഉള്ളല്ലോ, അതും വെതർ റിപ്പോർട്ട് നോക്കുന്ന നമ്പർ. അങ്ങനെ ഗിരിയ അവന് വാട്സപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടാച്ചിബാനയുടെ കടലിരുന്ന് ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സാക്കുറേനെയാണ്. പുറകിലൂടെ വന്ന ടാച്ചിബാന നീ എന്തേ ചെയ്തോണ്ടിരിക്കുന്നത്? അവൾ വളരെ അടുത്ത് വന്ന് സംസാരിച്ചത് കൊണ്ട് സാക്കുറ പേടിക്കുവാണ്. അപ്പോഴാണ് അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യം ടാച്ചിബാനയ്ക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ ടാച്ചിബാന അവളെയോ അതിലെടുത്ത് ആഡാക്കുന്നു. ഹേയ് നീ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? നീ ഇന്നെ എന്തിനാ അതിൽ ആഡാക്കിയേ? അതിനിപ്പോ എന്താ, ഞാനും നിന്റെ ഫ്രണ്ട് അല്ലേ എന്ന് ടാച്ചിബാന അവനോട് പറയുന്നു. ആ ശരി വിട്. ഫോൺ എടുത്ത് നോക്കിയ സാക്കുറ കാണുന്നത് ഒരുപാട് സ്റ്റിക്കേഴ്സ് ആയിട്ട് മെസ്സേജുകൾ വരുന്നതാണ്. അങ്ങനെ നേരിൻ ഗ്രൂപ്പിൽ ഗ്രേഡ് ഗ്രീപ്പിനെ പറ്റി ചോദിക്കുന്നു. സാക്കുറ അതിനെപ്പറ്റി ചോദിക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവൻ ഓരോ അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഇവർ ടൈപ്പ് ചെയ്ത് ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞു. ഡേയ് ഒരു റിപ്ലൈ തരാനുള്ള ഗ്യാപ്പ് താടേ എന്ന് അവന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ ദേഷ്യപ്പെട്ട് ഫോൺ അവിടെ എടുത്ത് വെക്കുന്നു. ആ ഫുഡൊക്കെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഫുഡ് കഴിച്ച് അവൻ പെട്ടെന്ന് തന്നെ സ്കൂളിലോട്ട് ചെല്ലുവാണ്. ഡേയ് ഒന്ന് മെസ്സേജിന് റിപ്ലൈ തരാനുള്ള സമയം പോലും തരില്ലേ, സ്റ്റിക്കർ അയച്ച് കളിക്കുന്നോടാ തെണ്ടികളെ എന്നും പറഞ്ഞുകൊണ്ട് സാക്കുറ അവിടെ ചെന്ന് ടെൻഷൻ ആവുന്നു. ഡേയ് ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല, ശരി നമുക്ക് അതിനെ പറ്റി ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യാം വാ എന്ന് പറഞ്ഞ് സോ അവനെ വിളിക്കുന്നു. ഇതേ സമയമാണ് സെക്കൻഡ് ഇയേഴ്സിലെ കുറച്ചുപേർ അവരുടെ ക്ലാസ്സിലോട്ട് വരുന്നത്. ഗ്രേഡ് ഗ്രിപ്പിലെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമാണ് അത്. അവരെ കണ്ട് സാക്കുറയ്ക്ക് ഇതിനു മുമ്പ് അവരെ കണ്ടതുപോലെ തോന്നുന്നു. ഏയ് ഇവരെല്ലാവരും സെക്കൻഡ് ഇയേഴ്സിലെ ഫേമസ് ആയിട്ടുള്ള ആളുകളാ എന്ന് നേരിനും പറയുന്നു. ഇവരുടെ പേര് ഹീനമോട്ടോ, ഇത് കസുമി, ഇവൻ ഗാജി. ഡേ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്ലാസ്സിലെ ഗ്രേഡ് ഗ്രിപ്പ് ആരാണെന്ന് ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുക്കണം. നിങ്ങളുടെ ക്ലാസ്സിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമായിരിക്കും. സോ അതിന് താല്പര്യമുള്ള ആരാണെന്ന് വെച്ചാൽ കൈപൊക്കിയേ എന്ന് അവർ പറയുന്നു. ഇത് കേട്ട് സുവോ കൈപ്പൊക്കുന്നു. എനിക്ക് തോന്നുന്നു സാക്കുറയ്ക്കാണ് ഈ ക്ലാസ്സിൽ അതിനുള്ള അർഹതയുള്ളതെന്ന്. ഇത് കേട്ട് സാക്കുറ എന്ത് ഞാനോ എന്ന് പറഞ്ഞ് സോയെ തന്നെ നോക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.